Halo, paano mama? ശിവരാത്രി. ഹലോ സൈക്കിൾ ബ്രോ. ഒതുങ്ങിപ്പോ ബ്രോ. നീലാത്തിമിംഗലത്തിന്റെ വായിൽ വിരലിടും പൂച്ച. വിരലിട്ട് കടിക്കുമ്പോൾ കയ്യൂരി കവാലത്തിൽ പൊട്ടിക്കും പൂച്ച സാറേ. റിഫ്ലക്ഷൻ പൂച്ച സാറേ. റിഫ്ലക്ഷൻ അല്ല, റിഫ്ലക്സ് കിങ് പൂച്ച സാർ. തിമിംഗലത്തിന്റെ വായിൽ കൈയിട്ട് തിമിംഗലം കടിക്കാൻ വരുമ്പോൾ ഒറ്റയടിക്ക് വലിച്ചൂരി അതേ ഫോഴ്സിൽ തന്നെ അതിന്റെ കവാലമുളക്കെ അടിച്ചു കൊടുക്കുന്ന അത്രയും ഫാസ്റ്റായിട്ടുള്ള ഒരു ജീവിയാണ് പൂച്ച സാർ. കരയിലും വെള്ളത്തിലും ഒരുപോലെ കഴപ്പ് കാണിക്കുന്ന ഉഭയജീവിയാണ് പൂച്ച. അവരെ പാഠപുസ്തകത്തിൽ ഓർമ്മമെന്നാണ് എൻ്റെ ഇത്. കരയിലും വെള്ളത്തിലും ഒരുപോലെ കഴപ്പ് കാണിക്കുന്ന, പറ്റുമെങ്കിൽ ഏറില്ല, ഒരു ഉഭയജീവിയാണ് പൂച്ച. കഴപ്പിന്റെ അങ്ങേയറ്റം, അറ്റ് ഇറ്റ് സ്പീക്ക്. ശിവരാത്രിയാവും, പേടിച്ചുപോയി. ഞാനും ഒന്ന് പേടിച്ചുപോയി. പെട്ടെന്ന് കണ്ടത് സർപ്രൈസ് ആയിപ്പോയി. എന്തുവാ കയ്യിൽ ലേസാ ഇളക്കിയില്ലേ? അതോ പോത്തിന്റെ വാരയല്ലി കറി. ശരി, വേറെ ഒരു വലിയ ഊരി എടുക്കാൻ കണ്ടില്ല. പാവത്തിന്റെ വാരയല്ലി തന്നെ ഊരി കറി വെച്ച്. പാവം അവൻ പോത്ത് സാർ ഇവിടെ ഓട്ടണ്ടി കേട്ടിട്ട്. ഓ മൈ ഗാഡ്, അങ്ങനെ നല്ല ആൾക്കാരെ ഞാൻ കണ്ടു വന്നു. കേട്ടിട്ട് എന്ന ഓട്ടോക ഞാൻ കണ്ട കാലം മറന്നിന്ന് നിൽക്കുമ്പോഴും ചിലരെങ്കിലും കേട്ടിടുന്നുണ്ട്. അത് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം. തീ പിടിച്ച് നാട്ടുകാരെ ഓടി വരണേ, തീ പിടിച്ചേ. ഇതിരാമ തപ്പി തപ്പിടാ ഓടി പരിപ്പിച്ചതാ. ഒരേ സുഖം. വഴിന്ന് മാറ്റിയത് സാർ. വഴിയാം പാട്ട് കൊണ്ടിട്ട് പൂശലം പറയാം. അങ്ങനെ ചിലര് റോഡിനെ നാടെ കയറ്റി വാർത്ത ചുറ്റി കറിയാ ഒതുക്കി കിട്ടൂല. അതിൻ്റെ ആകെയുള്ള അതാണ് നിൽക്കട്ടെ, നമുക്ക് വേണ്ട ഇവിടെ ചിലർ നിൽക്കട്ടെ എന്നുള്ള ചിന്തയിലാണ്. ചിലപ്പോൾ അവർ മനക്ക് വന്ന് അങ്ങനെ വിചാരിക്കുന്നില്ലായിരിക്കും. പക്ഷേ ബാക്കിയുള്ള വഴിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അത് നല്ലൊരു സ്വഭാവമല്ല. വണ്ടി നിർത്തുമ്പോൾ ഒതുക്കി നിർത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ല റോഡിനൊന്ന് അടുക്ക് നിർത്തിയിട്ട് വീടിന് മുറ്റത്ത് നിർത്തുമ്പോൾ നിർത്തിയ കാര്യങ്ങൾ പറയുന്നത് ഒരു മോശം സ്വഭാവമാണത്. അത് മാറ്റണം.